നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു നൈറ്റി കട്ടിംഗ് ആണ്. ഒരു സിമ്പിൾ നൈറ്റി കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് 290 ഒരു നൈറ്റി ബിറ്റാണ്. ഇത് 4ആയിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ 4ആയിട്ട് മടക്കിയിരിക്കുന്നത് ഇതേ രീതിയിലാണ്. ഈ 290 ഇങ്ങനെ നീളം. അപ്പോൾ ആദ്യം വീതി ഇങ്ങനെ മടക്കുക, വീണ്ടും ഇങ്ങനെ മടക്കുക. ഈ ഫോൾഡ് വശം നമ്മുടെ വശത്തോട്ട് വരുന്ന വിധത്തിൽ വേണം മടക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ അതേ രീതിയിൽ മടക്കിയിട്ടതാണ്. ഇനി നമുക്ക് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം. നാൽപ്പത് ചെസ്റ്റ് അളവുള്ളൊരു നൈറ്റിയാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഷോൾഡർ 7 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. 7 ഇഞ്ച് ആം ഹോളും ഒന്ന് മാർക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് 7 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് വരച്ചു കൊടുക്കാം. ഇഞ്ച് ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇനി ഇതൊന്ന് ആംകോൾ വരച്ചു കൊടുക്കാം. ഇനി ഇവിടുന്ന് ഒരു 7 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. വേസ്റ്റ് നമുക്ക് ഇവിടെ 9 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതായത് വേസ്റ്റ് 36, അതിൻ്റെ 4/1. ഇവിടെ നമുക്ക് 1.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടുന്ന് ഹിപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഹിപ്പും 7 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ 40 ഇഞ്ച്, 40 ഇഞ്ചിൻ്റെ 4/1, 10 ഇഞ്ച്, 10 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇനി ഈ ലൈനെല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാം. ലെങ്ത്ത് നമുക്ക് വേണ്ടത് 50 ഇഞ്ചാണ്. 50 ഇഞ്ചിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂടെ കൂട്ടി 51.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. ഇനി ഈ ഒരു ലൈന് ഹിപ്പിൻ്റെ അവിടെ ഈ വരച്ച ഈ ലൈനൊന്ന് ഇതേ രീതിയിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നെക്കൊന്ന് മാർക്ക് ചെയ്യാം. നെക്കിൻ്റെ വിഡ്ത്ത് 2.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. ഫ്രണ്ട് നെക്ക് വരുന്നത് 6 ഇഞ്ച്, 6 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുക. ഇതൊന്ന് ബോക്സായിട്ട് വരച്ചു കൊടുക്കാം. ബാക്ക് നെക്ക് 3 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്.
റൗണ്ട് ഷേപ്പിൽ വരച്ചു കൊടുക്കുക. ഇതും ഒന്ന് റൗണ്ട് ഷേപ്പിൽ വരച്ചു കൊടുക്കുക. ഇനി സ്ലീവ് മാർക്ക് ചെയ്യാം. സ്ലീവ് മാർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ആം ഹോൾ റൗണ്ട് ഒന്ന് അളവെടുക്കാം. 10.5 ഇഞ്ചാണ് വരുന്നത്. നമുക്ക് വേണ്ട ലെങ്ത്ത് 7 ഇഞ്ച്. 7 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ 7 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തുനിന്ന് ഒരു 3 ഇഞ്ച് മാറ്റി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ കൊടുക്കാം. ഇനി നമുക്ക് ഈ 3 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്തെടുത്തോട്ട് ഒരു കർവ് ഷേപ്പ് കൊടുക്കാം. ഇവിടെ നമുക്ക് 10 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണ്ടത് 6 ഇഞ്ച്, അതായത് സ്ലീവ് റൗണ്ട് 6 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യാം. 1.5 ഇഞ്ച് തയ്യൽ തുമ്പൂടെ കൊടുക്കാം. ഇവിടുന്ന് അകത്തോട്ട് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. നമ്മുടെ നൈറ്റിയുടെ മാർക്കിംഗ് മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് സ്ലീവ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. സെൻറ്ററിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നെക്ക് കട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഈ ബാക്ക് മാർക്ക് ചെയ്തൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനിയും ഫ്രണ്ട് പോർഷൻ മാത്രം എടുത്തിട്ട് ഫ്രണ്ട് പോർഷൻ ഒന്ന് കട്ട് ചെയ്യാം. ഇനി ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്യാം, ഫ്രണ്ടും ബാക്കും. ബാക്ക് പോർഷൻ ഒന്ന് മാറ്റി വയ്ക്കാം. ബാക്ക് പോർഷൻ മാറ്റി വയ്ക്കാം. ഫ്രണ്ട് പോർഷൻ്റെ നമുക്ക് ആം ഹോളൊന്ന് ഒരു 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടിക്കൊടുക്കാം. ഒരു 1/2 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്തൊന്ന് കുഴിച്ച് വെട്ടി കൊടുക്കുക. അതുപോലെ തന്നെ സ്ലീവിൻ്റെ ആം ഹോൾ ഒന്ന് 1/2 ഇഞ്ച് താഴ്ത്തി കുഴിച്ച് വെട്ടി കൊടുക്കുക. നെക്കിന് വേണ്ടി ഇതുപോലെ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ലൈനിങ്. ഇതൊന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ അടിയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം.
നെക്കിൻ്റെ ഷേപ്പ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് പീസും കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്കും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഇതുപോലെ ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത ഈ പീസ്, അതായത് നെക്കിന് വേണ്ടി കട്ട് ചെയ്ത ഈ പീസ് ഇതേപോലെ നല്ല സൈഡിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു 1/4 ഇഞ്ചിൽ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സൈഡ് ഇങ്ങനെ ഒരു 1/4 ഇഞ്ചിൽ മടക്കി തയ്ക്കണം. 1/4 ഇഞ്ചിൽ ഇങ്ങനെ മടക്കി തയ്ച്ചിട്ട് ഈ 3 സൈഡും എന്നിട്ടൊരു 1/4 ഇഞ്ചിൽ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നെക്ക് പീസ് തയ്ച്ചെടുത്തിട്ടുണ്ട്, ലൈനിങ് വെച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു ചെറിയ കട്ടിട്ട് കൊടുക്കാം. തയ്യലിൽ പെടാതെ വേണം കട്ടിട്ട് കൊടുക്കാൻ. ഇനി ഇത് അകത്തോട്ട് ഇട്ടിട്ടൊന്ന് ടോപ്പ് സ്റ്റിച്ച് ഒന്ന് കൊടുക്കാം. മുകളിലൂടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ബാക്ക് നെക്കും തയ്ച്ചെടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ചെറിയ കട്ടിട്ട് കൊടുക്കാം. അതും ഇങ്ങനെ അകത്തോട്ടിട്ടിട്ട് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുക. ഇവിടുന്ന് ഫ്രണ്ടിൽ ഓപ്പൺ കൊടുക്കുന്നുണ്ട്, അതൊരു 8 ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. സെൻറ്ററിൽ ഒരു കട്ടിട്ട് കൊടുക്കാം. ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം. ഇനി സെൻറ്ററിൽ വെക്കേണ്ട പടി കട്ട് ചെയ്തെടുക്കാം. 2 പീസ് വേണം. ഇപ്പോൾ 2 പീസിനുള്ളത് കട്ട് ചെയ്തെടുക്കാം. ഒരു 12 ഇഞ്ചിൽ മാർക്ക് ചെയ്താണ് ഞാൻ കട്ട് ചെയ്യുന്നത്. മൂന്ന് ഇഞ്ച് വിട്ട് പടി വയ്ക്കാനായിട്ട് ആദ്യം ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. ഈ ഒരു വശത്ത് വേണം നമ്മൾ പടി സ്റ്റിച്ച് ചെയ്യാൻ. സ്റ്റിച്ച് ചെയ്തിട്ട് വേണം മറിച്ചിട്ട് കൊടുക്കാൻ. ഇങ്ങനെ ഒരു 1/2 ഇഞ്ചിൽ ഈ സൈഡിലും ഇങ്ങനെ 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ഒരു 1/2 ഇഞ്ച് മുകളിൽ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അതുപോലെ 2 പീസും സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 പീസും തയ്ച്ചെടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ചിൽ നമ്മൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം ഒന്ന് ഒരു 1/2 ഇഞ്ചിൽ കട്ട് ചെയ്ത് കൊടുക്കുക.
ഇനി ഇത് തിരിച്ചിട്ടിട്ട് ഇതിങ്ങനെ ഹാഫ് ഇഞ്ചിൽ ആദ്യം ഒന്ന് മടക്കി കൊടുക്കണം. എന്നിട്ട് ഈ തയ്യലിൻ്റെ മുകളിലൂടെ അതായത് നമ്മൾ ഈ ഹാഫ് ഇഞ്ചിൽ തയ്ച്ച ഭാഗത്തൂടെ ഇതിങ്ങനെ ഹാഫ് ഇഞ്ചിൽ മടക്കി ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കണം. ഇതകത്ത് പോകുന്ന പീസാണ്, അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ നീളം കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു പീസും ഇതുപോലെ ഹാഫ് ഇഞ്ച് മടക്കി ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം. പടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്ര ഓപ്പൺ ആക്കിയിട്ട് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് നല്ല വശവും ഒരുപോലെ ഇട്ടിട്ട് ഇതുപോലെ ഒരുപോലെ ഇട്ടിട്ട് ഈ ബാക്ക് പീസിൻ്റെ ലൈനിങ് ഈ ഫ്രണ്ട് ഭാഗത്തോട്ട് മടക്കി ഹാഫ് ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈ സൈഡും ഇതുപോലെ നല്ല വശവും ഒരുപോലെ വെച്ച് ഈ ലൈനിങ് ഇത് ഈ ഫ്രണ്ട് പോർഷനിലോട്ട് വെച്ച് ഹാഫ് ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സൈഡും. ഇനി സ്ലീവ് ജോയിൻ ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ ഇങ്ങനെ നേരെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഈ സെൻറ്ററിൽ നിന്ന് തയ്ച്ച് തുടങ്ങുക. ഹാഫ് ഇഞ്ചിൽ ഈ എൻഡ് വരെ തയ്ച്ചെടുക്കാം രണ്ട് സൈഡും. സ്ലീവ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇത് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിട്ടാണ് കട്ട് ചെയ്തത്. ആ 1.5 ഇഞ്ചിൽ ഇതുപോലെ ലാസ്റ്റ് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും അടിഭാഗം ഒരുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു 1.5 ഇഞ്ച് മുകളിലോട്ട് മാറ്റി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. ഇത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതൊന്ന് ഹാഫ് ഇഞ്ചിൽ ആദ്യം ഒന്ന് മടക്കി വീണ്ടും ഹാഫ് ഇഞ്ചിൽ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. ഇവിടെ 2 ഹുക്ക് വെച്ച് കൊടുക്കണം. അതുപോലെ ഒരു 3 ഷോ ബട്ടൺ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.